ഹലോ, എല്ലാവർക്കും ഹയർ സെക്കൻഡറി എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2011 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട പോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. കുറച്ച് ടേംസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ഏതാണെന്ന് നമ്മൾ എഴുതണം. ഫോറസ്റ്റ്, വാട്ടർ, ഫോസിൽ ഫ്യൂവൽ, വിൻഡ്. ഏതാണ്? ടീച്ചർ ആൻസർ ഒന്ന് ഡാർക്കൺ ചെയ്തിട്ടുണ്ട്, ബോൾഡ് ആക്കിയിട്ടുണ്ട്. ഫോസിൽ ഫ്യൂവൽ ആണ് ആൻസർ വരുന്നത്. എന്താ കാരണം? ഫോസിൽ ഫ്യൂവൽ കൺവെൻഷണൽ എനർജിയും മറ്റുള്ളതെല്ലാം നോൺ കൺവെൻഷണൽ എനർജിയാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് NSSO, RGI, CSO, NCERT. ഇതിൽ NCERT എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥാപനമാണ്. അപ്പൊ അതാണ് ഓഡ് വൺ ആയിട്ട് നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ. Then next question വരുന്നത് statistics is used in singular and plural senses. ടീച്ചർ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിലൊരു ക്വസ്റ്റ്യൻ ഇതാണ്. സ്റ്റാറ്റിസ്റ്റിക്സിനെ സിംഗുലർ സെൻസിലും പ്ലൂറൽ സെൻസിലും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിനെ പറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. The term statistics is used either as singular or plural. As singular noun, the term statistics denotes the various methods adopted for the collection, presentation, analysis and interpretation of quantitative information. അതായത് ഏകവചന രൂപത്തിൽ നമ്മൾ നിർവചിക്കുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? The various methods, വിവിധ രീതികൾ. എന്തിന്? Adopted for collection, presentation, analysis and interpretation of quantitative information. നമുക്ക് ലഭിക്കുന്ന ദത്തങ്ങൾ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഇൻഫർമേഷൻസിന്റെ കളക്ഷൻ, അതിന്റെ അവതരണം, അതിന്റെ വിശകലനം, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയാണ് സിംഗുലർ സെൻസിൽ പറയുന്നത്. As a plural noun, statistics refers to a quantitative information or data. പ്ലൂറൽ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റയാണ്. ഫോർ എക്സാമ്പിൾ, the statistics of birth, deaths, imports, exports, etc. Clear ആയല്ലോ? Then next question. Expenditure on education has been increasing during 1952 to 2010. It has not been uniform on all levels of education. Is it true? Discuss. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് ആണ് വന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ 8ാമത്തെ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. യെസ്, ഇറ്റ് ഈസ് ട്രൂ. ദ എഡ്യൂക്കേഷൻ എക്സ്പെൻഡിച്ചർ ഇസ് ഗോയിങ് ഓൺ ഇൻക്രീസിംഗ് ഇൻ ഇന്ത്യ. ശരിയാണ്. പണ്ട് കാലത്തേക്കാളും വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ഒരുപാട് ചെലവ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് അല്ലെ. ദ എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ വാസ് 0.64% ഓഫ് GDP 1952. 1952 നമ്മുടെ GDP-യുടെ 0.64% മാത്രമാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നത്. ദിസ് വാസ് ഇൻക്രീസ്ഡ് ടു 4.02% in 2002. 2002 ആയപ്പോഴേക്കും അത് 4.02 എന്ന ഒരു പെർസെന്റേജിലേക്ക് ഉയർന്നു. ത്രൂ ഔട്ട് ദിസ് പീരീഡ് ദ ഇൻക്രീസ് ഇൻ എഡ്യൂക്കേഷൻ എക്സ്പെൻഡിച്ചർ ഹാസ് നോട്ട് ബീൻ യൂണിഫോം ആൻഡ് ദർ ഹാസ് ബീൻ ഇറഗുലർ റൈസ് ആൻഡ് ഫോൾ. ഇത് എപ്പോഴും ഒരേ ഒരു ഗ്രാഫിലല്ല ഉയർന്നു പോയിക്കൊണ്ടിരുന്നത്. ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായിരുന്നു. നമ്മുടെ GDP-യുടെ ഇതനുസരിച്ചിട്ട് ഗ്രോത്തിനനുസരിച്ച് നമ്മൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാറ്റിവെച്ചിരുന്ന എമൗണ്ട് കൂടിയും കുറഞ്ഞൊക്കെ ഇരുന്നിരുന്നത്. എലിമെന്ററി എഡ്യൂക്കേഷൻ ടേക്കൺ എ മേജർ ഷെയർ ഓഫ് ടോട്ടൽ എഡ്യൂക്കേഷൻ എക്സ്പെൻഡിച്ചർ. നമ്മൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാറ്റി വെച്ചിരുന്നതിൽ കൂടുതലും നമ്മൾ ചെലവഴിച്ചിരുന്നത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയായിരുന്നു. ആൻഡ് ദ ഷെയർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇസ് ദ ലീസ്റ്റ്. ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ദ പെർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ ഓൾസോ ഡിഫേഴ്സ് ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്. പിന്നെ ഓരോ സംസ്ഥാനത്തിലും ഓരോ തരത്തിലാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി തുക ചെലവഴിക്കുന്നത്. Fifth question. Self-employment programs play a major role in alleviating poverty in India. Discuss. നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ ടീച്ചർ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടന്റ് എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ എസ്സേ ക്വസ്റ്റ്യൻ അതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ ടീച്ചർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് 1 വേർഡിനും 4 മാർക്കിന്റെ ക്വസ്റ്റ്യനും 2 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് 3 ടയർ സിസ്റ്റം ഉണ്ടല്ലോ, അതിൽ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസും ഉണ്ട്, വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസും ഉണ്ട്. ഇതിൽ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസിന്റെ കാര്യമാണ് പറയുന്നത്. അതിൽ ഏതൊക്കെയാന്നുള്ളത് എഴുതാ. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഏതെങ്കിലും 4 പോയിന്റ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. 4 മാർക്കിന്റെ ചോദ്യമാണ്. ഒന്നുകിൽ ഏതൊക്കെയാണ് സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് എന്നുള്ളത് അതിന്റെ പേരുകൾ എഴുതുക, അതല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഓക്കെ, ഇവിടെ പോയിന്റുകൾ എഴുതിയിട്ടുണ്ട്. സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന, റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, സ്വർണ്ണ ജയന്തി സഹാരി റോസ്ഗാർ യോജന, ജവഹർ റോസ്ഗാർ യോജന, നെഹ്റു റോസ്ഗാർ യോജന, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി
പ്രോഗ്രാം. ഇതെല്ലാം എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് ആണ്. സെൽഫ് എംപ്ലോയ്മെന്റും വേജ് എംപ്ലോയ്മെന്റും ഉണ്ട്. ഇതിലെ സെൽഫ് എംപ്ലോയ്മെന്റിന്റെ പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. ആറാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, സപ്പോസ് യു ആർ ആസ്ക്ഡ് ടു സജസ്റ്റ് an appropriate method of survey for studying the socio-economic conditions of the traditional labor force in Kerala. Suggest a method and give reasons. ഒരു സർവേ നടത്താൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസിനെ പറ്റി പഠിക്കാൻ, അതായത് ട്രഡീഷണൽ ലേബർ ഫോഴ്സിൽ, കേരളത്തിലെ ട്രഡീഷണൽ ലേബർ ഫോഴ്സിന്റെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതികളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു സർവേ നടത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മെത്തേഡായിരിക്കും സർവേക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്? തീർച്ചയായും സാമ്പിൾ സർവേ മെത്തേഡ് ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? എ സർവേ കണ്ടക്ടഡ് ബൈ ടേക്കിംഗ് സാമ്പിൾ ടു റെപ്രസെന്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പോപ്പുലേഷൻ ആൻഡ് സ്റ്റഡി ഈസ് റെഫർഡ് ടു എസ് സാമ്പിൾ സർവേ. ടോട്ടൽ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ കുറച്ച് സെലക്ട് ചെയ്ത് നടക്കുന്ന സർവേയാണ് സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. നമ്മൾ സാമ്പിൾ പഠിച്ചിട്ടുണ്ട്, ഉദാഹരണമൊക്കെ പറഞ്ഞ് ഓൾറെഡി ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ബിക്കോസ് ടു കളക്ട് ദ ഇൻഫർമേഷൻ ഈസ് വെരി ലാർജ്, സോ സാമ്പിൾ സർവേ ഈസ് സ്യൂട്ടബിൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കളക്ട് ചെയ്യേണ്ട വിവരങ്ങൾ ഒരു ഹ്യൂജ് ഏരിയയെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും സാമ്പിൾ സർവേ ആയിരിക്കും ഈ ഒരു സർവേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. Two variables are given below. Distinguish them properly. The height of a student and the number of students in a class. ഇതിനെ നമ്മളോട് ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് എഴുതുക. രണ്ടും എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്. നമുക്ക് അളക്കാൻ കഴിയുന്നതാണല്ലേ. ഒരു കുട്ടിയുടെ ഉയരം നമുക്ക് അളക്കാൻ കഴിയും, അതുപോലെ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം നമുക്ക് അളക്കാൻ കഴിയും. സോ രണ്ടും എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്. Then complete the parts of the statistical table given below. ഒരു ടേബിള് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ, നമ്മൾ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നതിലെ ഒരു ടോപ്പിക്കാണിത്. ഈ ടേബിളിന് ഒരു പാർട്ട് ഉണ്ട്, ടീച്ചർ പറഞ്ഞിട്ടുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കണം എന്നുള്ളത്. ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, കോളം ഹെഡിങ് ആൻഡ് നോട്ടും തന്നിട്ടുണ്ട്. ഇവിടെ വരുന്നത് എന്തായിരിക്കും? ഓർമ്മയുണ്ടോ? ടേബിൾ നോക്കി പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇവിടെ നമ്മൾ ടേബിൾ നമ്പർ ആണ് വരും കേട്ടോ. ടേബിൾ നമ്പർ വരും, ടേബിൾ നമ്പർ വരും. ഇവിടെ നമുക്ക് ടൈറ്റിൽ വരും അല്ലെ, ടൈറ്റിൽ വരും. ഇവിടെ യൂണിറ്റ്സ് വരും, ഇവിടെ റോ ഹെഡിങ്സ് വരും, കോളം ഹെഡിങ്സ് ഇവിടെ തന്നിട്ടുണ്ട്. റോ ഹെഡിങ്ങിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? സ്റ്റബ്സ്. സ്റ്റബ്സ് ഓർ റോ ഹെഡിങ്സ്, ക്യാപ്ഷൻസ് ഓർ കോളം ഹെഡിങ്സ്. പിന്നെ ഇത് ബോഡി ഓഫ് ദി ടേബിൾ ആണ്. ഇവിടെ എന്താ വരിക? സോഴ്സ് ആണ് വരിക കേട്ടോ, സോഴ്സ്. ഓക്കെ, അപ്പൊ ഈ ടേബിളിന്റെ പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണേ. Then അടുത്ത question, its proper attention is not paid to the development of infrastructure. It is likely to act as a severe constraint on economic development. Do you agree? Comment. ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ പ്രാധാന്യം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഒരു രാജ്യത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. റെലവൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് 8ാമത്തെ ചാപ്റ്ററിലെ ഫസ്റ്റ് പേജിൽ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഉണ്ട് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു രാജ്യത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഉത്തരമാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് കേട്ടോ. Then next question വന്നിരിക്കുന്നത്, the following are not the map of turned by 30 students in a class. Draw a histogram. നോട്ട് അല്ല, നമ്പർ എന്നായിരിക്കും കേട്ടോ. അവിടെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ട്, മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും 10 to 20, 20 to 30, 30 to 40, 40 to 50, then 5, 8, 10, 7. ഹിസ്റ്റോഗ്രാം ആണ്. ഹിസ്റ്റോഗ്രാം എന്ന് പറയുമ്പോൾ ഓർക്കുക, ഹിസ്റ്റോഗ്രാമിലെ ബാർ ഡയഗ്രംസ് വളരെ സ്നേഹവാന്മാരാണ്, അവരെപ്പോഴും ഒട്ടിച്ചേർന്നിരിക്കുള്ളൂ. ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. 0, 2, 4, 6, 8, 10 കൊടുക്കാം, അല്ലെങ്കിൽ 1 to 10 കൊടുക്കാം, കാരണം അത്രേ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് ക്ലാസ് 10 to 20, 20 to 30, 30 to 40, 40 to 50 എന്നാണ് കൊടുക്കേണ്ടത്. ഈ 10 to 20 നമ്മൾ എന്ത് മാർക്ക് ചെയ്യണം? 5 എന്നുള്ള അളവിൽ മാർക്ക് ചെയ്യണം. അതിനോട് ചേർന്ന് തന്നെ ആയിരിക്കും അടുത്തത് 8 വരുന്നത്, പിന്നെ 10 വരും, then 7 വരും. ഹിസ്റ്റോഗ്രാം ചേർന്നിരിക്കുന്നതായിരിക്കും. ഈ ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ച് നമുക്കൊരു ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അത് ഏതാണ്? മോഡ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡാണ് എന്ത്? ഹിസ്റ്റോഗ്രാം ട്ടോ. അപ്പൊ മീഡിയൻ കണ്ടുപിടിക്കാനോ? മീഡിയൻ കണ്ടുപിടിക്കാൻ ഏതാ? ഒജീവ്സ് ആണ് നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, then list the steps towards making a project. ഒരു പ്രൊജക്ട് തയ്യാറാക്കുമ്പോൾ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഐഡന്റിഫൈങ് എ പ്രോബ്ലം ഓർ ഏരിയ ഓഫ് സ്റ്റഡി, ചോയ്സ് ഓഫ് ടാർഗറ്റ് ഗ്രൂപ്പ്, collection of data, organization and presentation of data,
അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ, കൺക്ലൂഷൻ, ബിബ്ലിയോഗ്രഫി. 3 മാർക്കിന്റെയാണ്. നിങ്ങൾ ഈ പോയിന്റുകൾ എഴുതിയാൽ മതിയാവും കേട്ടോ. Then the last question, the origin of financial crisis in 1991 can be traced from the inefficient management of Indian economy in 1980s. Discuss. ഇവിടെ നമ്മൾ എഴുതേണ്ടത് 5 മാർക്കിന്റെ ചോദ്യമാണ്. ഇന്ത്യൻ എക്കോണമിക് ഡെവലപ്മെന്റിലെ 3ാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണിത്. ഇവിടെ നമ്മൾ എഴുതേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് കേട്ടോ. 1991 നമ്മൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിരുന്നു. 3rd ചാപ്റ്ററിലെ ഫസ്റ്റ് പേജിലുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് നമ്മുടെ എഴുതേണ്ട പോയിന്റ്. അപ്പൊ ക്ലിയർ ആയല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും ടീച്ചർ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്ത് ആൻസർ നോക്കി പഠിച്ചു വെക്കാം. ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.